പശ്ചിമേഷ്യൻ യുദ്ധം കലുഷിതമാവുകയാണ്. ലോകരാജ്യങ്ങൾ കേൾക്കുന്ന കനത്ത തിരിച്ചടി വലിയ ആശങ്കകൾക്കാണ് വഴിവെക്കുന്നത്. അമേരിക്കയുടെ സഖ്യകക്ഷികളുടെ എണ്ണപ്പാടങ്ങളും സൈനിക താവളങ്ങളും ഇറാൻ ലക്ഷ്യമിട്ടിരുന്നു. ഇറാന്റെ പ്രഹരശേഷി തകർത്തെന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്കുള്ള മറുപടിയായി ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾ ഉന്നം വെച്ചുകൊണ്ടാണ് ഇറാൻ തന്റെ പ്രത്യാക്രമണം നടത്തുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ പാത നിലച്ചത് ആഗോള വിപണിക്കും തിരിച്ചടിയായി. നിലവിൽ എണ്ണക്ഷാമം കുറയ്ക്കാൻ ഇപ്പോൾ അമേരിക്ക പുതിയ നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളും കൈമാറുന്നതിനും വിൽക്കുന്നതിനും 30 ദിവസത്തേക്കുള്ള ഉപരോധം നീക്കിയിരിക്കുകയാണ് US. ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിലും അനുബന്ധ ഉൽപ്പന്നങ്ങളും വഹിക്കുന്ന ഇറാന്റെ എണ്ണശേഖരം വിപണിയിലെത്തിക്കാൻ ഇതിലൂടെ സാധിക്കും. യുദ്ധത്തെ തുടർന്ന് ആഗോള വിപണിയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധി മറികടക്കാനുള്ള താൽക്കാലിക സംവിധാനം മാത്രമാണെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഇതുവരെ 13 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഇസ്രായേൽ അതിശക്തമായി ടെഹ്റാനിൽ വ്യോമാക്രമണം നടത്തുന്നുണ്ട്. അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങൾ പാളുന്നതായാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. തങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ സംരക്ഷിക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടുവെന്ന് ഗൾഫ് രാജ്യങ്ങൾ കരുതുന്നു. എണ്ണ വിതരണം സ്തംഭിച്ചതോടെ ഇന്ധനവില കുതിച്ചുയരുകയാണ്. ഇന്ധനം ലഭിക്കാത്തതിനാൽ ഭക്ഷ്യവിലയും ക്രമാതീതമായി കൂടിയിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുക എന്ന നീക്കത്തിലേക്ക് ട്രംപ് കടക്കുകയാണിപ്പോൾ. ട്രംപിന്റെ ഈ നിലപാട് സഖ്യകക്ഷികളെ പോലും ഞെട്ടിച്ചു. യുദ്ധത്തിൽ അമേരിക്ക ദുർബലനായതുകൊണ്ടാണോ ഈ പിന്മാറ്റമെന്നും ലോകരാജ്യങ്ങൾക്കിടയിൽ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾ എത്രത്തോളം തകർന്നുവെന്നതിൽ ദുരൂഹത തുടരുകയാണിപ്പോൾ. ഖത്തറിലെ LNG പ്ലാന്റിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം ആഗോള പ്രതിസന്ധിക്ക് കാരണമാകുമെന്നാണ് നിലവിലെ ആശങ്ക. ഖത്തറിലെ എണ്ണ പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 5 വർഷം സമയം എടുത്തേക്കും എന്നാണ് കണക്കുകൂട്ടൽ. നഷ്ടം നോക്കുകയാണെങ്കിൽ പ്രതിവർഷം 12.8 ദശലക്ഷം ടൺ LNG വിതരണം തടസ്സപ്പെട്ടു. യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും എത്തുന്ന ഇന്ധനത്തിന്റെ പ്രധാന സ്രോതസ്സാണ് ഖത്തറിലെ റാസ് ലഫാൻ. അമേരിക്കൻ ആക്രമണങ്ങളുടെ ആരംഭം മുതൽ ഇറാൻ ചെറുത്തുനിൽപ്പ് തുടർന്നിരുന്നു. പിന്നീട് ലോകരാജ്യങ്ങൾ കണ്ടത് ഇറാന്റെ ഉൾക്കരുത്താണ്. ലോകരാജ്യങ്ങളുടെ ഭാവിയെ തന്നെ വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് പശ്ചിമേഷ്യൻ യുദ്ധം നീങ്ങുമ്പോൾ ഓരോ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന നഷ്ടം ചെറുതല്ല. പശ്ചിമേഷ്യയിൽ എന്നാണ് സമാധാനം പുലരുന്നത് എന്ന് ഓരോ രാജ്യങ്ങളും ഉറ്റുനോക്കുകയാണ്.